ബൂഗി എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ട് ലൈസ്, കുട്ടികൾ കഴിക്കുന്ന ലൈസിന്റെ ഒരു ചിപ്സിന്റെ ഫാക്ടറി ഞാൻ തുടങ്ങി. 2.5 വർഷം കഠിനമായിട്ട് നമ്മൾ എഫേർട്ട് എടുത്തിട്ട് ശരിക്കും മിഥുനം സിനിമ എഫക്ട് ചെയ്ത് എല്ലാം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. 39 ലക്ഷം റുപ്യ ഫാക്ടറി അവരെടുത്തു. അപ്പോൾ എൻ്റെ ഇൻവെസ്റ്റ്മെന്റും പോയി, എൻ്റെ പേരിൽ വന്നിട്ടുള്ള എഫേർട്ട്, 2.5 വർഷത്തെ എൻ്റെ എഫേർട്ട് പോയി. എനിക്ക് അന്ന് ഒരു 40 ലക്ഷം രൂപ എടുത്തു മൊത്തത്തിലുമില്ല. 24 വയസ്സ് കഴിഞ്ഞു. അപ്പൊ എൻ്റെ കല്യാണം കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പത്തിന് തന്നെ എനിക്ക് ബാധ്യതകളായി. പ്രശ്നങ്ങളായി. വീട്ടിൽ വന്ന ആൾക്കാർ വന്ന് ബഹളം ഉണ്ടാക്കല്, ബ്ലക്ക് കാർഡ് പിടിക്കല്, വലിയ പ്രശ്നങ്ങളായി. പിന്നെ ഒരു 5 AC 80 റിയാൽ വെച്ചിട്ട് ഞാനത് ക്ലീൻ ചെയ്തു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പൈസ കിട്ടിയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ സ്ഥലം വരെ എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട്. ഒരു മരുഭൂമിയുടെ ഉള്ളിലേക്ക് പോകണം. അവിടെ കൊണ്ടുപോയിട്ട് ആ സ്പോൺസറെ കാണാണെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി, നീ ഇവിടെ ഇരിക്കിട്ടോ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയ ആൾ വന്നത് 56 ദിവസം കഴിഞ്ഞിട്ടാണ്. ഞാൻ ഒറ്റ ഡ്രസ്സ്, ആട് ജീവിതം ഞാൻ അതൊക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും റിലേറ്റബിൾ ആവാറുണ്ട്. അപ്പം ആ സമയത്ത് എൻ്റെ ഫാമിലി ഡിവോഴ്സ്ഡാണ്. കുഞ്ഞിനെ പോലും വേണ്ടാന്ന് വെച്ചിട്ട് 6 മാസം പ്രായം എൻ്റെ കുഞ്ഞിനാണ്. മൊത്തം 50 ലക്ഷം രൂപ. അപ്പം 40 ലക്ഷം രൂപ എനിക്ക് കടമാണ്. അതിൽ ഒറ്റയടിക്ക് വിട്ടാൻ പറ്റി. 1 ഷോട്ടിൽ ഞാനത് വീട്ടിയത്. അവിടെ ചോദിച്ചോട്ടെ, ഈ ഒരു ഒറ്റ പ്രോജക്റ്റ് കഴിഞ്ഞ് പിന്നെ എന്ത് സംരംഭമാണ് തുടങ്ങിയത്? യെസ്, 2 സ്റ്റാഫും ഞാനും. 6 മാസം കഴിഞ്ഞപ്പോൾ കൊറോണ വന്നു. അടുത്ത ചലഞ്ച്. 54 പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. വിറ്റുവരവ് എത്രയുണ്ട്? ഇന്നിപ്പോൾ ഒരു 55 കോടിയുടെ ടേൺ ഓവർ നമുക്ക് കമ്പനിക്ക് ഉണ്ട്. ഒരു സംരംഭം വിജയിപ്പിക്കാൻ ഏറ്റവും അധികം വേണ്ടത് പാഷൻ അഥവാ അഭിനിവേശമാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. ഒരു സംരംഭകനാവണം. അതിൻ്റെ പുറകെ പോയത് വിജയിപ്പിക്കാനുള്ള ക്ഷമയും ഉണ്ടാവണം. തിരിച്ചടികൾ പലതും ഉണ്ടാവും. തിരിച്ചു വരാൻ തയ്യാറെടുക്കണം. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ നാട്ടിൽ നിന്ന് പ്രവാസിയാവുന്നു. വലിയ സ്വപ്നങ്ങൾ കാണുന്നു. തിരിച്ചടികൾ നിരവധിയാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിലും അതോടൊപ്പം തന്നെ ബിസിനസ്സിലും. എന്നാൽ തിരിച്ചുവരവ് ഗംഭീരമാണ്. ഒരു സിനിമാ കഥ പോലെയാണ് ശ്രീ അൻവറിൻ്റെ കഥ. സ്പാർക്കുള്ള ഈ എഡിഷനിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം സ്പാർക്കുള്ള കഥ പറയാനിരിക്കുന്നത് അൻവർ സാദിഖാണ്. സ്വാഗതം അൻവർ, സ്പാർക്കിലേക്ക്. നമസ്കാരം. പരിചയപ്പെട്ട നാൾ തൊട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. താങ്കളുടെ നല്ലൊരു സ്പാർക്കുള്ള കഥയാണ്. താങ്ക് യു. താങ്കളുടെ നാട് എവിടെയാണ്? കുറ്റിപ്പുറമാണ് എൻ്റെ സ്വദേശം വരുന്നത്. വീട്ടിൽ ഫാദറുണ്ട്, മദറുണ്ട്, അനിയന്, ജ്യേഷ്ഠന്, ഒരു അനിയത്തി. പഠിച്ചതൊക്കെ തിരൂർ പോളിടെക്നിക് കോളേജിലായിരുന്നു നമ്മൾ ആദ്യം പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഡിസ്റ്റന്റ് ആയിട്ട് MBA എടുത്തു. ബിസിനസ് മാത്രമാണ് നമ്മളുടെ ലക്ഷ്യം. ഫാദർ ഒരു ബിസിനസ്സുകാരനാണ്. ഫാദറിൽ നിന്നാണ് നമ്മളെല്ലാവരും ബിസിനസ് പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു പച്ചക്കറി കച്ചവടക്കാരനായിരുന്നു. അത് ദുബായിൽ ഒരു അജ്മാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ദെയ്ത്ത് എന്ന് പറയും. അജ്മാൻ്റെ ഒന്ന് കുറച്ചും കൂടെ അപ്പുറത്ത് ദെയ്ത്ത് എന്ന് പറയും. ആ ദെയ്ത്തിൽ ഒരു പച്ചക്കറി കച്ചവടക്കാരനായിരുന്നു. ഇപ്പോൾ റിട്ടയർഡ് ആണ്. പിന്നെ അതേപോലെ തന്നെ അനേകം ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇപ്പോൾ ഐഡിയൽ ഇൻസ്റ്റിറ്റ്യൂഷന്, അതേപോലെ തന്നെ ഹോസ്പിറ്റൽ, അങ്ങനെയുള്ളതിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ അൻവറിന്റെ ചെറുപ്രായത്തിൽ തന്നെ ഈ തലക്ക് പിടിച്ച സാധനമാണ് ബിസിനസ് എന്ന് പറയുന്നത്. തലക്ക് പിടിച്ച സംഭവമാണ്. നമ്മൾ കോളേജിൽ പഠിക്കുന്ന കഴിഞ്ഞ സമയം തന്നെ ഒരു അന്നത്തെ ട്രെൻഡായിരുന്നു സ്പോക്കൺ ഇംഗ്ലീഷ് മോട്ടിവേഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞ സംഭവം. അന്നത്തെ ട്രെൻഡായിരുന്നല്ലോ കുറേ ഒരു 10-12 വർഷം മുന്നേ. ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷേ അന്ന് നമ്മൾ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് സെൻറ്റർ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 3 മാസത്തെ റെന്റിന് എടുത്തിട്ട് നമ്മളൊരു ബിസിനസ് തുടങ്ങി. അതായത് ജോലി ഒന്നും ചെയ്തില്ല, ആദ്യം തന്നെ നമ്മൾ തുടങ്ങി. നമുക്കൊരു കൺവിൻസിങ് സ്കില്ലുണ്ടെന്ന് നമുക്ക് തോന്നി. അപ്പോൾ ധൈര്യത്തിൽ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സ്പോക്കൺ ഇംഗ്ലീഷ് സെൻറ്റർ തുടങ്ങി. അത് 3 മാസം കൊണ്ട് നമുക്ക് 2,65,000 രൂപ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റി. ലാഭം നമുക്ക് കിട്ടി. കാരണം 265 പിള്ളേര് ജോയിൻ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് വീണ്ടും ആ ഒരു സ്ഥാപനം ഒന്ന് വലുതാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറ്റിപ്പുറം ടൗണിൽ നമ്മൾ ഒരു സ്ഥാപനം തുടങ്ങി. അത് വെസ്റ്റേൺ അക്കാഡമി എന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടർ സെൻറ്റർ, സ്പോക്കൺ ഇംഗ്ലീഷ് സെൻറ്റർ, ട്യൂട്ടോറിയൽ കോളേജ്, അങ്ങനെയുള്ള എല്ലാം കൂടി 3 കൂടി 22 വയസ്സ്. 22 വയസ്സ്. അതെ. അത് ലാഭമായി. അതെ, അത് വലിയ ലാഭത്തിലായി. പക്ഷെ വീട്ടുകാരെല്ലാവരും നിർബന്ധപ്രകാരം ഇത്രയും പഠിച്ചു, മര്യാദക്ക് വിദേശത്ത് പോകണം എന്നുള്ള ഒരു പ്രഷർ ഉണ്ടാവും നാട്ടിൽ. എക്സാക്ട്ലി. അന്ന് എല്ലാവരുടെ ഒരു പ്രഷർ. അന്ന് അവർ ട്യൂഷൻ പഠിപ്പിക്കുന്നു, ട്യൂഷൻ എടുക്കാൻ പോകുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് മാറി. അപ്പോൾ വിദേശത്തേക്ക് പോകേണ്ടി വന്ന്. പിന്നെ റേഞ്ച് റോവറിന്റെ ഒരു കാറിന്റെ കമ്പനിയിൽ നല്ല സാലറിയിൽ ഒരു ജോലി കിട്ടി. എവിടെയാണ്? അൽക്കൂസിൽ. അതായത് ദുബായിൽ അൽക്കൂസ് എന്ന് പറഞ്ഞ സ്ഥലത്തിലായിരുന്നു നമുക്ക് ജോലി കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നേരെ എന്ത് ചെയ്തു,
എനിക്ക് പറ്റുന്നില്ല. 6 മന്ത് അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മുടെ തിരിച്ചു ഉള്ളിൽ വന്നു. ഈ സംരംഭകൻ കിടക്കുക ഇങ്ങനെ ഓടിപ്പായാണ്. അപ്പോൾ നേരെ തിരിച്ചിങ്ങോട്ട് വന്നതിന് ശേഷം എന്ത് ചെയ്തു, ഒരു ഫാക്ടറി തുടങ്ങണം, ഒരു നമ്മളേതായിട്ടുള്ള ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണം. അതാണ് ഒരു ഐഡന്റിറ്റി. ഓക്കെ. ഒരു ബിസിനസ്സിനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പണം പല രീതിയിലും ഉണ്ടാക്കാം. ഒരു ജോലി ചെയ്തിട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ വേറെ ഒരു ബിസിനസ് കോപ്പി അടിച്ചിട്ട് നമുക്ക് പല രീതിയിലും നമുക്ക് ബിസിനസ് ഇംപ്ലിമെന്റ് ചെയ്യാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഓൺ ഐഡന്റിറ്റി ഇറ്റ്സ് മൈ പാഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബൂഗി എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ട് ലൈസ്, കുട്ടികൾ കഴിക്കുന്ന ലൈസിൻ്റെ ഒരു ചിപ്സിൻ്റെ ഫാക്ടറി ഞാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ കയ്യിൽ അത്രയും ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല, വീട്ടിലത്ര സമ്പത്ത് ഇല്ല. പിന്നെ എൻ്റെ ഒപ്പം എന്നെ പഠിപ്പിച്ചൊരു പാഠം എന്ന് പറയുന്നത്, നിങ്ങളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾ തന്നെ കഷ്ടപ്പെട്ട് ചെയ്യണം എന്നുള്ളതാണ്. പണം വീട്ടിലുണ്ടാവും, പക്ഷേ അതിൻ്റെ വാല്യൂ അറിയണമെങ്കിൽ നമ്മൾ തന്നെ സ്വന്തം എഫേർട്ട് എടുത്ത് അതിനെ അക്വയർ ചെയ്ത്, നോളജ് ആവട്ടെ എല്ലാം നമ്മൾ അക്വയർ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വാല്യൂ അറിയുമെന്നുള്ള എൻ്റെ ഫാദർ എപ്പോഴും നമ്മളെ പഠിപ്പിക്കും. ഫാദറാണ് ശരിക്കും ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ, ഞങ്ങളെ 3 പേരും ബിസിനസ് ഫാമിലിയാണ്, ബിസിനസ്സുകാരാണ്. അപ്പോൾ അതാണ് ഗുരു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഒരു ഫാക്ടറി തുടങ്ങി. 2.5 വർഷം കഠിനമായിട്ട് നമ്മൾ എഫേർട്ട് എടുത്തിട്ട്, ശരിക്കും മിഥുനം സിനിമ എഫക്ട് ചെയ്ത് എല്ലാം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫീസുകളിൽ പോയിട്ടും ഓരോന്ന് 26 ലൈസൻസ് കിട്ടണം അതിന്. കാരണം സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷന് നമ്മളെ ഫ്ലേവർ നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മളെ ഓൺ ഫ്ലേവറിൽ നമ്മൾ എന്ത് ചെയ്യാണ്, പുറത്തേക്ക് ചിപ്സ് ഇറക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഷെൽഫ് ലൈഫ്, അതിൻ്റെ പാക്കേജിങ്, അതിൻ്റെ 3 ലെയർ കോട്ടേജ്, അങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടെത്തി ഭയങ്കര ഗ്രാൻഡായിട്ട് പ്രോഗ്രാം ഞാൻ വിജയിപ്പിക്കുകയും ഭയങ്കര സക്സസ് ആയി. അത് നമ്മളെ മലപ്പുറം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു ഫാക്ടറി മാറി. ഇന്നും അതിൻ്റെ KCBയിലെ പിന്നെ എന്താ പറയുക, നമ്മളെ ഇലക്ട്രിക്കലിൻ്റെ ഒരു സ്റ്റേഷൻ പറയില്ലേ, അത് ഇന്നും ബില്ലിൽ വരിക ബൂഗി ട്രാൻസ്ഫോമർ എന്നാണ്. ആ ഐഡന്റിറ്റിയിൽ അതെന്ത് ചെയ്തു, ഇന്നും അത് അറിയപ്പെടുന്നത്. അങ്ങനെ തന്നെ പോയി. അത് ലാസ്റ്റ് എന്തായി, പിന്നെ എൻ്റെ പാർട്ട്നേഴ്സ് എന്നോട് ചോദിച്ചു, അല്ല അത് സക്സസ്ഫുൾ ആയോ? ഭയങ്കരമായിട്ട് സക്സസ് ആയി. ഭയങ്കരമായിട്ട് അത് സക്സസ് ആയി കഴിഞ്ഞ ശേഷം പിന്നെ പാർട്ട്നേഴ്സ് ഒരു പ്രോബ്ലം ഇംപ്ലിമെന്റ് ചെയ്തു. അവർ പറഞ്ഞു, ഞങ്ങളെ ഷെയർ അൻവർ തിരിച്ചു തന്നേക്ക്. ഞങ്ങളൊരു വർഷമായിട്ടില്ല കേട്ടോ, ആ സമയത്തിന്റെ വിവാഹം കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇത് എത്ര ഇൻവെസ്റ്റ്മെന്റ് വെച്ചാണ് തുടങ്ങിയത്? 60 ലക്ഷം രൂപയുടെ അടുത്ത്. എവിടെ നിന്ന് വന്നു ഈ പണം? ഞാനത് ഷെയർ ആദ്യം ഒരു ഡയറക്ടർ ബോർഡിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പാർട്ണറെ ക്ഷണിച്ചു. അതിന്റെ കൂടെ വേറൊരാളെ കൂടി ക്ഷണിച്ചു. ഞാൻ 2 പേരും 15 ലക്ഷം 30 ലക്ഷം രൂപ മേടിച്ചു. 10 ലക്ഷം രൂപ എൻ്റെ ഉണ്ടായിരുന്നു. 10 ലക്ഷം രൂപ എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ വിറ്റിട്ടും കുറച്ച് നമ്മളെ സേവിങ്സും വെച്ചിട്ട് നമ്മളൊരു 15 ലക്ഷം രൂപ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്. പക്ഷേ പ്രോജക്റ്റ് റിപ്പോർട്ടും ബിസിനസ് പ്ലാനൊക്കെ വലിയ രീതിയിലേക്ക് മാറി. അപ്പോൾ അത് തികയുന്നില്ല. അപ്പോൾ നമ്മൾ ഓരോ ആൾക്കാരും 1 ലക്ഷം രൂപ മന്ത്ലി ഇത്ര രൂപ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മേടിച്ചു. അത് ആര് വാങ്ങിച്ചു? ഞാൻ തന്നെ മേടിച്ചു. എല്ലാം ഞാൻ തന്നെ മേടിച്ചത്. എൻ്റെ വീടുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടോ ഒരു ബന്ധമില്ല. എല്ലാവരെയും കൺവിൻസ് ചെയ്തിട്ട് നമ്മൾ പ്രോജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇത്ര രൂപ തരാം എന്ന് പറഞ്ഞ് നമ്മൾ മേടിച്ചു. അങ്ങനെ എല്ലാം കൂടി എത്ര? 60 ലക്ഷം രൂപയോളം നമ്മൾ കയ്യിൽ അത് വെച്ചിട്ട് നമ്മൾ തുടങ്ങി. അത് സംഗതി സക്സസ് ആക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ പാർട്ട്നേഴ്സിനൊരു അവരുടെ പാരൻസിനാണ് എസ്പെഷ്യലി തോന്നിയത്. ഓക്കെ, അവർ പറഞ്ഞു, നമുക്ക് എന്തിന് പിന്നെ അൻവറിനെ എതിര് വെച്ചുകൊണ്ട് ഇറങ്ങണം, ഓൾറെഡി ഫാക്ടറി ആയില്ലേ, നമ്മുടെ അടുത്ത് കാശും ഉണ്ട്. അങ്ങനെ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഫാക്ടറി വേണം, അല്ലെങ്കിൽ അൻവർ ഫാക്ടറി മുഴുവൻ എടുത്തു. 3 പേര്. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങളൊക്കെ ഷെയർ മേടിച്ചത്. പിന്നെ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ പൈസ ഉണ്ടാവാനാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് 39 ലക്ഷം രൂപക്ക് അവരെന്ത് ചെയ്തു, അത് ഫാക്ടറി അവരുടെ ഷെയർ, 2 പേരുടെ ഷെയറും പിന്നെ അവരെ കൂടെ കുറച്ച് ഈ 1 ലക്ഷം രൂപയുടെ കുറച്ച് ആൾക്കാർ പോവുകയും ചെയ്തു. അവരൊഴിച്ച് 39 ലക്ഷം രൂപയ്ക്ക് ആ ഫാക്ടറി അവരെടുത്തു. അപ്പോൾ എൻ്റെ ഇൻവെസ്റ്റ്മെന്റും പോയി, എൻ്റെ പേരിൽ വന്നിട്ടുള്ള എഫേർട്ട്, 2.5 വർഷത്തെ എൻ്റെ എഫേർട്ട് പോയി. എൻ്റെ പേരിൽ വന്നിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും എൻ്റെ വീട്ടിൽ വരൽ തുടങ്ങി, പിന്നെ പ്രശ്നം ഉണ്ടാക്കൽ തുടങ്ങി. പിന്നെ എൻ്റെ പേരിൽ ഈ സെയിൽ വണ്ടികളൊക്കെ എൻ്റെ ഉപ്പാൻ്റെ പേരിൽ, എൻ്റെ പേരിലൊക്കെയാണ് വണ്ടികൾ എടുത്തിട്ടുണ്ടായിരുന്നത്, ലോണ്. അതെല്ലാം വലിയ ബാധ്യതയായി പോകും. എത്ര ബാധ്യത വന്നു? എനിക്ക് അന്ന് ഒരു 40 ലക്ഷം രൂപയുടെ അടുത്ത് മൊത്തത്തിലും. പ്രായം 24 വയസ്സ് കഴിഞ്ഞു. അപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പത്തിന് തന്നെ എനിക്ക് ബാധ്യതകളായി. പ്രശ്നങ്ങളായി. വീട്ടിൽ വന്ന ആൾക്കാർ വന്ന് ബഹളം ഉണ്ടാക്കല്, ബ്ലക്കാർഡ് പിടിക്കല്, വലിയ പ്രശ്നങ്ങളായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ ഞാൻ തളരാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ജോബ് നോക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു അഗാധമായ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം വേണ്ടുമ്പോൾ ഞാൻ എൻ്റെ കാർ ഉണ്ടായിരുന്നു, അത് വിറ്റു, കാരണം കുറച്ച് വിട്ടു, സ്കൂട്ടി എടുത്ത് നടക്കൽ തുടങ്ങി. അപ്പോൾ അവിടെ തൊട്ടടുത്തൊരു വിക്ടറി IT എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്ഥാപനം ഉണ്ടാവും. ആ സ്ഥാപനത്തിൽ മോട്ടിവേഷൻ ക്ലാസ് എടുക്കൽ തുടങ്ങി. ഫെയിലിയർ ആണ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു, തളരില്ല മക്കളെ എന്ന രീതിയിൽ തന്നെ നമ്മൾ പോയി. അത് കഴിഞ്ഞ് എനിക്കൊരു ജോബ് സൗദി അറേബ്യയിൽ വന്നു.
സൗദി അറേബ്യയിലേക്ക് എന്ത് ചെയ്തു, ഒരു ജോബ് വന്നു. ജോബിന് ഞാൻ പോയി. ജോബിന് പോയപ്പോൾ എനിക്ക് അയാൾ ഫസ്റ്റ് അസൈൻമെൻറ്റ് തന്നത് ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഹയർ ചെയ്യണം അൻവർ, നീയാണ് മാനേജർ. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല സാലറി ഉണ്ടാവും, നല്ല പാക്കേജാണ്. അപ്പോൾ അന്ന് ഒരു 3000 റിയാൽ സാലറി പറഞ്ഞു. ഒരു യമനി ആയിരുന്നു അദ്ദേഹം. അപ്പോൾ എൻ്റെ അടുത്ത് ബാംഗ്ലൂർ IBS ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ട് എൻ്റെ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഹയർ ചെയ്തു. ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയത് ഞാനും ഇവർ. അപ്പം ഞാനാണ് ആദ്യം പോയത്. പോയി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഷോപ്പിൽ ഡ്യൂപ്ലിക്കേറ്റ് സൺഗ്ലാസസ് ആണ് അവർ വിൽക്കുന്നത്. ഇത് കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഒരു MBA ഗ്രാജുവേറ്റിന് എന്തിനാണ് നിങ്ങൾക്കെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതൊക്കെ എനിക്ക് ഓൺലൈനിലൂടെ വിൽക്കാനാണെന്ന്. ഞാൻ ട്രാപ്പായി എന്ന് വീണ്ടും മനസ്സിലായി. അപ്പോൾ എൻ്റെ ഫാമിലി ആരും അവിടെ ഇല്ല. എൻ്റെ വൈഫ് ഹൗസ്, അന്ന് ഞാൻ എൻ്റെ വിവാഹം കഴിച്ചിട്ടുള്ള എൻ്റെ ഫാദർ ഇല്ല അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇതൊരു ട്രാപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഒന്നും അധികം എന്ത് ചെയ്യില്ല, അല്ലെങ്കിലേ ബാധ്യതകളുടെ കൂമ്പാരമാണ്. അപ്പോൾ ഇവരെ ഇനി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എല്ലാ ബാധ്യതയും ഞാൻ ഏറ്റെടുക്കേണ്ടി വരുമോ എന്നുള്ള ഒരു പേടി അവർക്കുണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ വന്നു. പിന്നെ ഞാൻ അവിടുന്ന് 3 മാസമായി 4 മാസമായി സാലറി കിട്ടുന്നില്ല. ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ അറിയാം. ഞാൻ ധൈര്യത്തിൽ അടുത്ത് കയറി ചോദിച്ചു. ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അമ്മനി വായോ എന്ന് പറഞ്ഞിട്ട് എന്നെ എന്ത് ചെയ്തു, നേരെ റൂമിൽ കൊണ്ടുപോയിട്ട് എൻ്റെ ലഗേജും എടുത്ത് തന്നിട്ട് ഇയാളുടെ ബറാന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ പാസ്പോർട്ട് ഇല്ല, പിന്നെ വിസ മാത്രമുണ്ട്. വിസൻ്റെ ഒരു ഇഖാമ എന്ന് പറയും, അത് മാത്രം ഉണ്ടായിരുന്നു. എന്നോട് ഇയാളുടെ ബറാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആരും വിളിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഞാനൊരു നടു റോട്ടിൽ നിൽക്കുന്ന സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഒരു അഷ്റഫ് ഖാൻ എന്ന് പറയും, വളരെ അദ്ദേഹത്തിനെ ഞാൻ ഒരുപാട് തവണ എനിക്ക് കാണണം എന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിത്വമാണ് അത്. അദ്ദേഹം എന്നെ അയാളുടെ റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ വളരെ ചെറിയ റൂമിൽ 2 കട്ടിലിട്ട നടുക്ക ഒരാൾക്ക് കിടക്കുക, അത്ര സ്പേസ് ഉള്ളൂ. 14 ദിവസം ഞാൻ അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, രണ്ടും കൽപ്പിച്ച് ഈ അറബിനെ നമുക്ക് അറിയില്ല, നിയമം സൗദി അറേബ്യ കേട്ടിട്ടുള്ളൂ, തല വെട്ടുന്നത് കണ്ടിട്ടുണ്ട്, റിയാദ് പള്ളിയിൽ വെച്ചിട്ടൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ എന്ത് നിയമം ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് ഇയാളടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്ക് എൻ്റെ പൈസ കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ വിസ മാറ്റി തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കി. അയാളുടെ കാര്യം സംസാരിച്ചപ്പോൾ അവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു 1 മാസത്തിനുള്ളിൽ. അപ്പോൾ അയാൾ എന്നെ 8000 റിയാൽ എന്നോട് ചോദിച്ചു, നിങ്ങൾ പൈസ തരികയാണെങ്കിൽ നിങ്ങൾക്ക് വിസ എന്ത് ചെയ്യാം, മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു സ്ക്രൂ ഡ്രൈവറും ഒരു ഇൻസുലേഷൻ ടാപ്പും ഒരു കട്ടിംഗ് പ്ലെയറും എടുത്തിട്ട് ബത്ത എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് AC ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, പിന്നെ ഒരു 5 AC 80 റിയാൽ വെച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്തു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പൈസ കിട്ടിയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ സ്ഥലം വരെ എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട്. ആ ബത്തയിൽ ആ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന ആ പൊസിഷനും എന്ത് കഴിച്ചു എന്നുള്ളത് എല്ലാം എൻ്റെ മൈൻഡിലാണ്. കാരണം അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, ഞാൻ വിസ ഇല്ല ശരിക്കും എനിക്ക്, പിന്നെ എൻ്റെ ഇല്ലീഗലായിട്ടാണ് ഞാൻ പണിയെടുക്കുന്നത്, എല്ലാം അങ്ങനെ. അപ്പോൾ എനിക്ക് ഇത് സക്സസ് ആക്കിയപ്പോൾ 1000 രൂപ 1000 റിയാൽ 800 റിയാലൊക്കെ ഡെയിലി കിട്ടി തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ച് സേവ് ചെയ്തിട്ട് ഇയാളേക്ക് ഒന്ന് പാസ്പോർട്ട് മേടിച്ചു. പാസ്പോർട്ട് മേടിച്ചതിന് ശേഷം എൻ്റെ ഫാദറിനോട് ഞാൻ ചോദിച്ചു, ഉപ്പ നമ്മൾ ആരെങ്കിലും സൗദിയിൽ അറിയുന്നവരുണ്ടോ, എനിക്ക് വിസ അടിക്കണം. അപ്പോൾ ഉപ്പ പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്ത് ഹായിൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, 700 കിലോമീറ്റർ ഉണ്ട് റിയാദിൽ നിന്ന് ഹായിൽക്ക്, അപ്പോൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ പോയി. അവിടെ പോയപ്പോൾ അയാളുടെ അറബിനെ ഞാൻ കണ്ടു. അത് ദൈവം കൊടുക്കുമെന്ന് പറയുന്നത് ഒരു കർമ്മ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണെന്നുള്ളത് ഇത് കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവും. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ എന്നെ നിർത്തി. അതൊരു ടോയ്സിൻ്റെ ഷോപ്പായിരുന്നു. അയാൾക്ക് അന്ന് അവിടെ 6ഓളം ഷോപ്പുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എന്നെ വെറുതെ നിർത്തുകയാണല്ലോ, എനിക്ക് റൂം തരുന്നു എൻ്റെ ഉപ്പാൻ്റെ സുഹൃത്തുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, അവിടെ കിടന്ന കേടുവന്ന ടോയ്സുകളൊക്കെ നേരാക്കിയിട്ട് ഒന്നിൻ്റെ കൂടെ ക്രോസ് ചെയ്തു. 1 take 1 ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിറ്റപ്പോൾ അയാൾക്ക് നല്ല ബിസിനസ് അവിടെ ഗ്രോത്ത് ചെയ്തപ്പോൾ അയാൾ എന്നെ എന്ത് ചെയ്യുന്നില്ല, വിസ അടിക്കാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അയാളുടെ ഷോപ്പിലേക്ക് മെല്ലെ എന്നെ എന്ത് ചെയ്യുന്നു, അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാക്കുന്നു. അപ്പം എന്നോട് ആ ഷോപ്പിൽ ഓണർ പറഞ്ഞു, മോനെ ഇത് നിന്നെ ട്രാപ്പ് ചെയ്യാണ്, ഓക്കെ, അദ്ദേഹത്തിന് നീ ഇങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഞാനൊരു ഹെൽപ്പാണ് ചെയ്തു കൊടുത്തത്, പക്ഷേ പിന്നെ അത് നിന്നെ ബുദ്ധിമുട്ടിൽ കാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോനെ ജനിക്കുന്നത് അപ്പോഴാണ്. അപ്പോൾ എൻ്റെ ഫാമിലി ലൈഫ് സത്യം പറയുകയാണെങ്കിൽ ടു ബി ഓണസ്റ്റ് വളരെ മോശം സ്റ്റേജിലൂടെയാണ് പോകുന്നത്. അവർക്ക് കുട്ടീനെ വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ അബോർഷന് സമ്മതിച്ചില്ല. കാരണം ഇത്രയും ഫിനാൻഷ്യൽ ലൈബിലിറ്റിയിൽ നിൽക്കുമ്പോൾ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ ഒരിക്കലും ഡിവോഴ്സ് എന്നോ അല്ലെങ്കിൽ ഒഴിവാക്കണമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ 2 വർഷം എനിക്ക് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യും, വേണമെങ്കിൽ നിങ്ങളെ വീട്ടിൽ പോയി നിന്നോ, ഈ 2 വർഷം കൊണ്ട് ഈ എല്ലാ ലയബിലിറ്റി ഞാൻ തീർത്തിട്ട് ഞാൻ വരും. പക്ഷേ ഈ 2 വർഷം എനിക്ക് സമയം വേണം, എനിക്ക് ഇത്രയും കടങ്ങളുണ്ട്, അപ്പോൾ എനിക്കൊരു ജോലി കയറി കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഈ പറയുന്ന ഷോപ്പ് ഓണർ അയാളുടെ അറബിൻ്റെ മസ്ര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ. മസ്ര എന്ന് പറഞ്ഞാൽ ഇവർ ഒരുമിച്ചിട്ട് ഇരിക്കുന്ന അതൊരു ഉള്ള ഏരിയയിലാണ്, ഒരു മരുഭൂമിൻ്റെ ഉള്ളിലേക്ക് പോകണം. അവിടെ കൊണ്ടുപോയിട്ട് സ്പോൺസറെ കാണാണെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി, നീ ഇവിടെ ഇരിക്കിട്ടോ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയ ആൾ വന്നത് 56 ദിവസം കഴിഞ്ഞിട്ടാണ്. ഞാൻ ഒറ്റ ഡ്രസ്സ്, ഒരു ബംഗാളി അവിടെ ഉണ്ട്,
വേറൊരു മനുഷ്യനില്ല. മരുഭൂമിയുടെ ഒരു മരുഭൂമിനകത്ത് 56 ദിവസം തണുപ്പ്, ആട് ജീവിതം. ഞാൻ അതൊക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും റിലേറ്റബിൾ ആവാറുണ്ട് നമ്മളൊരവസ്ഥ. എന്നിട്ട് ഈ മജ്ലിസിൽ ഇരിക്കുന്ന കുഷ്യൻ ഉണ്ടല്ലോ, അത് കൂട് പോലെ കെട്ടിയിട്ട് അതിനകത്താണ് കിടന്നുറങ്ങാൻ പറ്റുക. ആ സമയത്ത് അവർ ബംഗാളി വരുന്ന ഭക്ഷണം ഇവരെപ്പോഴെങ്കിലും വരുമ്പോൾ ഈ അറബി യല്ല അനക്കല ഞാൻ വിളിക്കാം എന്ന് പറയും. ഞാൻ ആരോട് ചോദിക്കും അർബാബ് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് നിർത്തും. ലാസ്റ്റ് എനിക്ക് ഒരു നിവൃത്തിയില്ല, ഞാൻ ആരെ വിളിക്കാം, എൻ്റെ ഫോണിൽ ബാലൻസ് ഇല്ല, ഒരു രക്ഷയില്ല എനിക്ക്. യാദർശികമായിട്ട് ഇന്നാലില്ല നാൾ മരണപ്പെട്ടു. ഗൾഫ് ഗേറ്റിൻ്റെ സക്കീർ ഹുസൈൻ്റെ ജ്യേഷ്ഠൻ സലീം ഖാൻ എന്ന് പറയും, അദ്ദേഹം എന്നെ യാദർശികമായിട്ട് വിളിച്ചു. അദ്ദേഹമാണ് എൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവ്. അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ദമാമിൽക്ക് വാ, എന്ത് ചെയ്തിട്ടാണെങ്കിൽ നീ ദമാമിൽക്ക് എത്തിക്കഴിഞ്ഞാൽ നിനക്ക് ഞാൻ ഓപ്ഷൻസ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദമാമിൽക്ക് എത്തുകയാണ്. ദമാമിൽക്ക് ഞാൻ എത്തിക്കഴിഞ്ഞു ഞാൻ അറബിനോട് പറഞ്ഞു, നിനക്ക് നൗഷാദ് എന്ത് തരുന്നോ, നമ്മൾ കച്ചവടക്കാരാണല്ലോ, ആകെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു കഴിവാണ് നമ്മളെ കയ്യിലുള്ളൂ. അപ്പോൾ അവിടെ ഒരു 56 ദിവസം കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ അറബി പഠിച്ചു. ഞാൻ പറഞ്ഞു, ഈ നൗഷാദ് നിനക്ക് എന്തോ ഓഫർ ചെയ്തതിൻ്റെ 2 ഇരട്ടി ഞാൻ തരാം, എനിക്ക് ഒരു പ്രോജക്റ്റ് ഉണ്ട്, ആ പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞാലെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ തന്നെ 500 റിയാൽ ഒരു കാറ് തന്നിട്ട് എന്നോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ദമാമിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു നവാഫ് മുത്തേരി എന്ന് പറഞ്ഞൊരു അറബി ഉണ്ടായിരുന്നു. ആ അറബിൻ്റെ അടുത്ത് എത്തി കഴിഞ്ഞ ശേഷം അറബി എന്നോട് പറഞ്ഞു, നിനക്ക് ഒരു പ്രോജക്റ്റ് ഉണ്ട് അൻവർ, ഒരു ഷെയ്ഖിൻ്റെ ഓഡിറ്റോറിയമാണ്, അത് ഓൾറെഡി ഞങ്ങൾ ഫണ്ട് മേടിച്ചു, അത് സ്ട്രക്ചർ ഫുള്ളായിട്ടില്ല, നീ ഫുൾ സ്ട്രക്ചർ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് പേയ്മെൻറ്റ് വരുള്ളൂ, പക്ഷേ അത് നിനക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, അത് കംപ്ലീറ്റ് ചെയ്താൽ നെക്സ്റ്റ് പേയ്മെൻറ്റ് കിട്ടും, നിനക്ക് ആൾക്കാരെ ഫൈൻഡ് ചെയ്ത് ക്രെഡിറ്റിന് മേടിച്ച് നിനക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റേജ് പറഞ്ഞു കൊടുത്തു, ഞാനിപ്പോൾ ഇന്ന വിസയില്ല, ഇങ്ങനെ ഒരാളെ വണ്ടിയിലാണ് ഞാൻ വന്നത്, അപ്പോൾ എന്നോട് അയാൾ ഓൾറെഡി ഒരു ഷെയ്ഖിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥനാണ്, അത് ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്നതാണ്. അയാൾ അപ്പം തന്നെ ഫോൺ എടുത്തിട്ട് ഇപ്പം തന്നെ അൻവറിൻ്റെ തനാസിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ അപ്പം തന്നെ എനിക്ക് നിൻ്റെ വണ്ടിയുടെ താക്കോൽ ഇവിടെ ഉണ്ട്, നീ വന്നെടുത്തോ, എനിക്കൊരു കൊറോളയുടെ താക്കോലുണ്ട് എറിഞ്ഞു തന്നിട്ട് പറഞ്ഞു ഗോ ഹെഡ്. ഞാനത് ഒരു പുതിയൊരു വെളിച്ചം കാണുകയാണ്. ആ വെളിച്ചമേ എനിക്ക് ഉള്ളൂ എന്ന്. വേറെ ഒന്നുമില്ല ജീവിതത്തിൽ. വേറെ ഒന്നുമില്ല. ആ സമയത്ത് എൻ്റെ ഫാമിലി ഡിവോഴ്സ്ഡ് ആണ്. ഞാൻ ഈ 56 ദിവസം ഇവിടെ കിടക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഫാമിലി വൈഫ് പറഞ്ഞു, എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് പണമാണ് ഇമ്പോർട്ടൻ്റ്. അവർ ലക്ഷറി ലൈഫ്, കാരണം എന്ന് പറഞ്ഞാൽ ഫാക്ടറി, അന്ന് കാറ്, വലിയ സംരംഭം എല്ലാം ഉള്ള ഒരാളുടെ ജീവിതത്തിലേക്കാണ് വന്നത്. ഇപ്പം ഇതില്ലാതായപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞിനെ പോലും വേണ്ടാന്ന് വെച്ചിട്ട്, എഗ്രിമെൻറ്റിൽ 6 മാസം പ്രായം എൻ്റെ കുഞ്ഞിനാണ്. ഓക്കെ, 6 മാസമായ പ്രായമായ കുഞ്ഞിനെ എനിക്ക് വേണ്ട, എഗ്രിമെൻറ്റ് നോട്ടറൈസ്ഡ് എഗ്രിമെൻറ്റിൽ വെച്ചിട്ടുള്ളത് പരിപൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എനിക്ക് വേണ്ട. ഇന്ന് വരെ കുഞ്ഞിനെ കണ്ടിട്ടില്ല. ഇന്ന് എൻ്റെ കുഞ്ഞിന് 11 വയസ്സ്. ഇന്ന് സിംഗിൾ പാരന്റായി. എക്സാക്ട്ലി 11 വയസ്സായി എന്ന് പറഞ്ഞാൽ 10 വർഷം കഴിഞ്ഞു. ഇന്ന് വരെ ഒറ്റയ്ക്കാണ്, അവിടെയാണ് ഇവിടെ പാരന്റ്സിന്റെ കൂടെയാണ്. അതെ, കുഞ്ഞിവിടെ പാരന്റ്സിന്റെ കൂടെയാണ്. അവരെ കുഞ്ഞിന് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇമോഷണലി എല്ലാം കൊണ്ടും മാനസികമായിട്ട് പിരിമുറുക്കുന്ന ഒരു ഇതിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് പണമില്ല. ഈ പറയുന്ന ക്ലയൻറ്റ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരുന്ന ആളടുത്തും പണം വേണം. ഈ ഓപ്പർച്യൂണിറ്റി തരുന്ന ആളടുത്ത് ഒരു പണം ഉണ്ടെങ്കിൽ നമുക്കൊരു, പക്ഷേ എനിക്ക് തന്ന ഓപ്പർച്യൂണിറ്റി തന്ന സമയത്ത് അവരുടെ അടുത്ത് പണമില്ല. ഓൺലി ഉള്ളത് ഡ്രീമാണ്. ആ സമയത്ത് ഭാര്യ നിങ്ങളോട് ഞാൻ കൂടെ ഉണ്ടെന്നൊരു വാക്ക് പറഞ്ഞു അന്ന് പറയുമായിരുന്നെങ്കിൽ ഞാൻ ഇതിലും കൂടുതൽ സക്സസ് ആവുമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പണമല്ല ഇമ്പോർട്ടൻ്റ്, നമുക്ക് അവരിൽ നിന്ന് എന്താ വേണ്ടെന്നുള്ളൂ, ഒരു സപ്പോർട്ട്, ഒരു വാക്ക്. ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞൊരു വാക്ക് അന്നുണ്ടെങ്കിൽ നമ്മളന്ന് അത്രമാത്രം മാനസിക പിരിമുറുക്കത്തിൽ നമുക്ക് ഒരു വെളിച്ചമുണ്ട്. നമുക്ക് ആരില്ലെങ്കിലും നമ്മുടെ ഫാമിലി ഉണ്ട് എന്നുള്ളൊരു വെളിച്ചം നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഭാഗ്യം അൻവറിന് അന്ന് ഉണ്ടായില്ല. തീർച്ചയായിട്ടും അതൊരു സ്പാർക്ക് തന്നെയായിരുന്നു. ഞാൻ തീരുമാനം എടുത്തു, ഞാൻ കാണിച്ചു കൊടുക്കും. എന്നെ തള്ളി പറഞ്ഞ ആൾക്കാരെ, എന്നെ കുറ്റം പറഞ്ഞ ആൾക്കാരെ മുന്നിൽ എല്ലാവരും ഞാൻ കാണിച്ചു കൊടുക്കണം. ഞാൻ അന്ന് തകരില്ല എന്നുള്ള ഒരു വിഷൻ എനിക്കുണ്ട്, ഒരു ഡ്രീം എനിക്കുണ്ട്. ഞാൻ എന്തെത്തണം എന്നുള്ള 2030 അൻവർ എന്തെത്തണം എന്നുള്ളത് ഓൾറെഡി നമ്മൾ മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആ ചലഞ്ച് ഏറ്റെടുത്തു. ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. എനിക്ക് അന്ന് പണമില്ല, അവരടുത്തും പണമില്ല. അവർക്ക് സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ സിമെന്റ് വേണം, കല്ല് വേണം, കോൺക്രീറ്റ് വേണം, കമ്പി വേണം. അവർ പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അവർ പൈസ മേടിച്ചിട്ട് അത് വേറെ റോൾ ചെയ്തു.
അവർ റോൾ ചെയ്തു. അവർ റോൾ ചെയ്തപ്പോൾ വേറെ ഇൻവെസ്റ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാതെ നെക്സ്റ്റ് പേയ്മെന്റ് വരില്ല. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടാസ്ക് ആണ് എനിക്ക് തന്നത്. പൈസയും ആളുമില്ല പണിക്കാരും ഒന്നുമില്ല. ആകെ ഒരു സുഡാനി സൂപ്പർവൈസർ ഉണ്ട് അവരുടെ കമ്പനിയിൽ, വേറെ ഒരു മനുഷ്യരില്ല. ഞാൻ 6 മണിക്ക് എഴുന്നേൽക്കും. ഈ അന്ന് ഇപ്പോഴും ഉണ്ട് അത്, സൗദി അറേബ്യയിൽ ഈ ലേബർ സപ്ലൈ, ഈ നോർമലായിട്ട് ഫ്രീ വീസ എടുത്തിട്ട് അവരുടേതായിട്ടുള്ള ജോലി ചെയ്യുന്ന പാകിസ്ഥാനികളുണ്ട്. ഒരുപാട് പേര് പോയി കണ്ടു. ആരും സമ്മതിക്കുന്ന പണമില്ലാതെ ആരും ചെയ്യുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ ഒരു കാരുണ്യം എന്നൊക്കെ പറയാലോ, ഒരു നിസാർ, ഒരു മഹമ്മൂദ്, ഈ 2 പേരും എൻ്റെ അടുത്ത് പറഞ്ഞു. അവർ ജ്യേഷ്ഠാനിയന്മാരായിരുന്നു. അവർ പറഞ്ഞു, അൻവറെ ഞാൻ ചെയ്യാം. അപ്പോൾ അവർക്ക് 10 രൂപ കൊടുക്കുന്നിടത്ത് ഞാൻ 20 രൂപ പ്രോമിസ് ചെയ്തു. എന്നെ നിങ്ങൾ വിശ്വസിക്കണം, എൻ്റെ കൂടെ നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞു. അവരുടെ കെയർ ഓഫിൽ മെറ്റീരിയൽസ് അവർ ഇറക്കി തന്നു. എനിക്ക് എന്ത് ചെയ്തു, അപ്പം ഞാൻ എൻ്റെ വീട്ടുകാരോട് പറയുന്നത് ഞാൻ ജോലിയാണെന്നാണ്, ഞാൻ ബിസിനസ് ചെയ്യാൻ. വൈഫ് പോയി, വീട്ടിൽ ആൾക്കാർ കയറി നിറങ്ങുന്നു, ഇതൊക്കെ പ്രശ്നമാണ്. നൂഡിൽസ് ആണ് ഞാൻ ഡെയിലി കഴിക്കുന്നത്. ഇത് നമ്മൾ 1.5 രൂപയുടെ 1.5 റിയാലിന് ഒരു നൂഡിൽസ് പാക്ക് കിട്ടും. ഇത് വെച്ചിട്ടാണ് ഞാൻ ജീവിച്ചേ പോകുന്നത്. അങ്ങനെ 6 മാസം വരെ ഈ പ്രോജക്റ്റിൽ നിന്ന് എനിക്കൊന്നും കിട്ടുന്നില്ല. പക്ഷെ ഞാൻ കൺസിസ്റ്റൻസി, എനിക്ക് ഒരു ബിസിനസ്സുകാർ ആരും ആവട്ടെ, ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആരും ആവട്ടെ, കൺസിസ്റ്റൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞ സംഭവമാണത്. ഒരു കാര്യത്തിൽ നമ്മൾ അറിഞ്ഞ് തിരിച്ചു കഴിഞ്ഞാലും വിജയം അത് പിന്നീട് വരും. അത് നമ്മൾ തുടർച്ചയായിട്ട് ഫോക്കസ് കൊടുത്ത് നമ്മൾ ചെയ്യുക എന്നുള്ളത് ഞാൻ അവിടെ ചെയ്തു. 1 ഷോട്ടിൽ ഞാൻ എല്ലാ കടങ്ങളും ഞാൻ വീട്ടിൽ പ്രോജക്റ്റ് പൂർത്തിയാക്കുകയും മാത്രമല്ല, എനിക്ക് വലിയൊരു തുക ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും കൂടുതൽ. ഭൂഗി ഉണ്ടാക്കിയ നഷ്ടം എത്രയായിരുന്നു? 50 ലക്ഷം രൂപ. 40 ലക്ഷം രൂപ എൻ്റെ കയ്യിലും, എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. മൊത്തം 50 ലക്ഷം രൂപ. അപ്പൊ 40 ലക്ഷം രൂപ എനിക്ക് കടമാണ്. അതിൽ ഒറ്റയടിക്ക് വീട്ടാൻ പറ്റി. 1 ഷോട്ടിൽ ഞാനതെന്താ വീട്ടിയത്. 1 ഷോട്ടിൽ ഞാനത് വീട്ടി. അതിൻ്റെ പുറമെ ഞാൻ അവിടെ കുറേ ബിസിനസ്സിൽ ഇൻവെസ്റ്റും ചെയ്തു. പിന്നെ നല്ല രീതിയിൽ എനിക്ക് ബിസിനസ് അവിടെ കൊണ്ടുപോകാൻ പറ്റി. അവിടെ വളർച്ച തുടങ്ങുകയാണ്. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് എനിക്ക് പരാജയം ഉണ്ടായിട്ടില്ല. അവിടുന്ന് അങ്ങോട്ട് അതിൻ്റെ വലിയൊരു പാഠമായിരുന്നു. ഈ ഫെയിലിയർ, എൻ്റെ ഫാക്ടറി എന്ന് പറയുന്നത്, ബൂഗി എന്ന് പറയുന്നത് വലിയൊരു പാഠമായിരുന്നു. ആരെ നമ്മൾ പാർട്ട്നേഴ്സ് ക്ഷണിക്കണം, ഏത് ടേംസിൽ ക്ഷണിക്കണം, ഏത് രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മേടിക്കണം. ഈ ഡോക്യുമെൻറ്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഈ പറയുന്ന കാര്യങ്ങൾ ഇന്ന് എൻ്റെ അൻവർ ഒയാസിസ് എന്ന കമ്പനിയിൽ 99% ഷെയർ ഹോൾഡർ ഞാനാണ്. 1% ഒരു ബഹ്റൈനി ഉണ്ട്. അത് നമുക്കവിടെ ലോക്കൽ പാർട്ട്ണർ വേണം. 100% ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളതാണ്. ഇതാണ് ഇന്നത്തെ നമ്മളുടെ കമ്പനിയുടെ. അവിടെ ഒന്ന് ചോദിച്ചോട്ടെ, ഈ ഒരു ഒറ്റ പ്രോജക്റ്റ് കഴിഞ്ഞ് പിന്നെ എന്ത് സംരംഭമാണ് തുടങ്ങിയത്? യെസ്, അതൊരു വലിയൊരു ഫാക്ടറാണ്. നമ്മളൊരു ഡ്രീം പ്രോജക്റ്റാണ് ഒരു സർവീസ് ഇൻഡസ്ട്രി തുടങ്ങുക എന്നുള്ളത്. അതാണ് എൻ്റെ അൾട്ടിമേറ്റ് ആഗ്രഹം. ഓക്കെ, അങ്ങനെ സൗദി അറേബ്യയിൽ ഈ ക്രെയിൻ അപകടം നടന്ന ഒരു സമയം ഉണ്ടായിരുന്നു. മക്കയിൽ ക്രെയിൻ അപകടം നടന്നപ്പോൾ എല്ലാ കൺസ്ട്രക്ഷൻ മേഖലകളുടെ ബില്ലുകളും മറ്റുള്ളതൊക്കെ നിന്നു. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ബിസിനസ് എപ്പോൾ നിർത്തണം എന്നുള്ളത് പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഞാൻ മുന്നേ ഫെയിൽ ചെയ്യരുത്, അതൊരു വലിയ സബ്ജക്റ്റാണ്. ഞാൻ എപ്പോൾ നിർത്തണം എന്നുള്ളത് ഞാൻ അവിടെ പഠിച്ചില്ല. ഞാൻ അതിനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇങ്ങനെ അതിനെ കൊണ്ടു നടന്നു. അപ്പോൾ എനിക്ക് വലിയൊരു തിരിച്ചടി കിട്ടി. ഞാൻ എപ്പോൾ നിർത്തണം എന്ന് ഞാൻ പഠിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കൺസ്ട്രക്ഷൻ ഫെയിലിയർ ആണെന്ന് ഇനി വരുന്ന ഫ്യൂച്ചറിൽ 2 ഇയർ 3 ഇയർ അവിടെ സ്കോപ്പ് ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ കൺസ്ട്രക്ഷൻ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ സിംഗിൾ പാരൻ്റ് ആണ്. എൻ്റെ ഞാനും മോനും കൂടി എപ്പോഴും യാത്രകൾ പോവുക. ഭയങ്കര രസകരം. ഞാൻ മാസം വീട്ടിൽ വരും, മോനെ കാണും. അപ്പോൾ എൻ്റെ ഉമ്മയും ഉപ്പയും ആണ് അവനെ നോക്കിയിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബഹ്റൈൻ ചൂസ് ചെയ്യാനുള്ള റീസൺ, ഏറ്റവും ബെസ്റ്റായിട്ട് മാർക്കറ്റിൽ പിച്ച് ചെയ്യാനുള്ള ഒരു കൺട്രി ബഹ്റൈനാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം സൗദി അറേബ്യയിൽ ഞങ്ങൾ ബഹ്റൈനിലേക്ക് വരാറുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ഫിസിബിലിറ്റി ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാനൊരു ട്രാവൽ ഏജൻസി ആണ്, ഒയാസിസ് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ട്രാവൽ ഏജൻസി തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേന് 2 സ്റ്റാഫും ഞാനും 6 മാസം കഴിഞ്ഞപ്പോഴത്തേന് കൊറോണ വന്നു. അടുത്ത നെക്സ്റ്റ് ചലഞ്ച്, എല്ലാ ട്രാവൽ ഏജൻസികളും എല്ലാ ഫ്ലൈറ്റുകളും അടച്ചിട്ടു. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തു. നമ്മൾ ചാർട്ടേഡ് ഫ്ലൈറ്റ്സുകൾ, മറ്റുള്ള സംഘടനകളായിരുന്നു അന്ന് എന്ത് ചെയ്തിരുന്നത്, ചാർട്ടേഡ് ഫ്ലൈറ്റ്സുകൾ കൊടുത്തിരുന്നത്. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തു. സംഘടനക്കാർക്ക് എങ്ങനെയാണ് ഒരു ചാർട്ടർ ഫ്ലൈറ്റ് ചെയ്യാനുള്ള ലൈസൻസ് ഉള്ളത്? ട്രാവൽ ഏജൻസി 530 ട്രാവൽ ഏജൻസികൾ അന്ന് ബഹ്റൈനിലുണ്ട്. ഈ ട്രാവൽ ഏജൻസികളൊക്കെ പട്ടിണിയാണ്. പിന്നെ ഇപ്പം ഈ സംരംഭം ഇവിടെ നിന്നല്ലേ ചെയ്യണ്ടേ എന്ന് പറഞ്ഞപ്പോൾ നിയമം നമുക്ക് അനുകൂലമായി വന്നു. അപ്പോൾ എല്ലാ ചാർട്ടർ ഫ്ലൈറ്റ്സുകളും ട്രാവൽ ഏജൻസി മുഖാന്തരം മാത്രമേ പോകാൻ പാടുള്ളൂ എന്നുള്ള റൂൾ വരികയും ഏറ്റവും കൂടുതൽ ചാർട്ടർ ഫ്ലൈറ്റുകൾ കൊടുത്തത് ബഹ്റൈനിൽ നമ്മളാവുകയും ചെയ്തു. 12ഓളം ചാർട്ടർ ഫ്ലൈറ്റ്സുകൾ നമ്മളന്ന് എന്ത് ചെയ്തു,
കൊടുത്തു. അത് അന്യ സംസ്ഥാനങ്ങൾ നടത്തി, ലൈക്ക് ഹൈദരാബാദ്, ഡൽഹി, അങ്ങനെ പല സംസ്ഥാനം, കേരളത്തിൽ മാത്രമല്ല പ്രവാസികളെല്ലാം തിരിച്ചു വരികയാണ്. അപ്പോൾ ഒരുപാട് പേര് നാട്ടിൽ സ്റ്റിക്ക് ഓൺ ആയല്ലോ. നാട്ടിൽ അവർ അവർ സ്റ്റക്കായ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ഒരു ബിസിനസ് കൂടി ഇറക്കി, ഡോക്യുമെന്റ് ക്ലിയറൻസ് സ്ഥാപനം ഇറക്കി. കാരണം എന്താണ്, അവരുടെ വിസ റിന്യൂ ചെയ്യാനുള്ള പ്രോസസ്സ്. അത് നമ്മൾ ഈ ട്രാവൽ ഏജൻസി ലൈസൻസിന് അതില്ല. പക്ഷേ അതേപോലെ തന്നെ അവരുടെ സ്ഥാപനങ്ങൾ ഒരുപാട് ഓണർമാർ എന്ത് ചെയ്തു, അവർ കുടുങ്ങിപ്പോയി. ഇനി എന്ത് ചെയ്യും, എനിക്ക് പിന്നെ നാട്ടിൽ നിന്ന് വരാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് നമ്മളെ ക്ലയൻസ് ബാക്കപ്പ് നമ്മളെടുത്തു. ഞാൻ ഏറ്റവും കൂടുതൽ കീപ്പ് ഓൺ ചെയ്യുന്നത് ഡാറ്റാബേസ് ആണ്. അപ്പോൾ ഈ ഡാറ്റാബേസിനൊക്കെ നമ്മൾ എന്ത് ചെയ്തു, മെസ്സേജ് അയച്ചു, നിങ്ങളുടെ കമ്പനി ഇനി പ്രശ്നമാക്കണ്ട, ഞങ്ങൾ എന്ത് ചെയ്തോളാം, ടേക്ക് കെയർ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡോക്യുമെന്റ് ക്ലിയറൻസ് സ്ഥാപനം തുടങ്ങി. ഈ ഡോക്യുമെന്റ് ക്ലിയറൻസ് ബഹ്റൈനിൽ വളരെ ഒരു ആ സ്ഥാപനം അണ്ടിൽ എൻഡ് ആവുന്നത് വരെ ആവശ്യമുള്ളൊരു സ്ഥാപനമാണ് ഡോക്യുമെന്റ് ക്ലിയറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തുടങ്ങിയ ഉടനെ നമ്മളവിടെ കൊറോണ ആയപ്പോഴും നമുക്ക് ബിസിനസ്സിന് എന്ത് ചെയ്തില്ല, എഫക്റ്റ് ചെയ്തില്ല. നമ്മൾ കൊറോണയിലാണ് നമ്മൾ ഗ്രോത്ത് വന്നത്. അതിനുശേഷം നമ്മൾ ബ്രാഞ്ചുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ബഹ്റൈനിൽ നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ 54ഓളം സ്റ്റാഫുകളുള്ള വലിയൊരു സ്റ്റാഫുകൾ ഇന്നിപ്പോൾ നമുക്ക് നിലവിൽ മൊത്തം നോട്ട് ഓൺലി ബഹ്റൈൻ, നമ്മളിപ്പോൾ കൊച്ചിയിൽ ഓഫീസുണ്ട്, ദുബായിലുണ്ട്, പിന്നെ ബഹ്റൈനിലുണ്ട്. വേറെ എന്തൊക്കെ ബിസിനസ് തുടങ്ങി? അതിനുശേഷം ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. അതിലിപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ട്രാവൽ ഇൻഡസ്ട്രീൻ്റെ തന്നെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ലൈക്ക് മേക്ക് മൈ ട്രിപ്പ്, booking.com പോലെ തന്നെ ഇനി നെക്സ്റ്റ് മാസം നമ്മൾ അതിൻ്റെ ലോഞ്ചിങ് ആണ്. ഫ്ലൈറ്റാന എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ. കാരണം സാധാരണക്കാരായ ആൾക്കാർ നമ്മളൊക്കെ ഒന്ന് ഡയറക്റ്റ് വന്ന് കസ്റ്റമർ എടുക്കും. പ്രീമിയം ആൾക്കാർ ഓൺലൈനിൽ മൊബൈൽ ഇതായപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കി, നിങ്ങൾക്ക് മൊബൈലിൽ നിന്ന് എടുക്കാം. അതിൽ നമ്മൾ ചെയ്ത ഒരു പ്ലാറ്റ്ഫോം എന്താണെന്ന് പറഞ്ഞാൽ, മറ്റുള്ള കോമ്പറ്റേറ്റർ ചെയ്യുന്ന പോലെ അല്ലാതെ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കാവട്ടെ, മറ്റുള്ള പുരുഷന്മാർക്കാവട്ടെ, ആർക്കുമാവട്ടെ ഫ്രീലാൻസായി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ട്രാവൽസ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റേഷൻ നമ്മൾ കൊടുക്കൽ തുടങ്ങി. അവരുടെ പേരിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കസ്റ്റമർക്ക് ഒരു ട്രാവൽസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അവരൊരു ഡ്രീം ഉണ്ടാവും, എനിക്കൊരു ട്രാവൽസ് തുടങ്ങണം, എക്സ് ട്രാവൽസ് എന്നോ അല്ലെങ്കിൽ എക്സ്പേർട്ട് ട്രാവൽസ് എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് തുടങ്ങാമല്ലോ. ആ ട്രാവൽസ് അവരുടെ ലോഗോ, അവരുടെ പേരിൽ MSME ലൈസൻസ് എടുത്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്രോജക്റ്റ് അവർക്ക് തുടങ്ങി കൊടുത്തു. അനേകം പേര് ഇപ്പം ഇന്ന് ഞങ്ങൾ അണ്ടറിൽ ബാക്ക് എൻഡ് അത്രമാത്രം, ഞങ്ങൾ ബാക്ക് എൻഡാണ് നമ്മൾ ഡ്രീം. അപ്പോൾ അത്രമാത്രം പേര് ഇന്ന് നമ്മളെ അണ്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, 100 പരം ആൾക്കാർ ഇന്ന് നിലവിൽ, ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയിട്ട് അത് 2 മാസമായിട്ടുള്ളൂ, ഇന്ന് 100 പരം ആൾക്കാർ നമ്മളുടെ സ്ഥാപനത്തിൻ്റെ ഐഡൻറ്റിറ്റി ഉപയോഗിച്ചിട്ട്, ബാക്ക് എൻഡ് ഉപയോഗിച്ചിട്ട്, ഇപ്പോൾ അവർക്കൊരു വിസ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മളെ ബാക്ക് എൻഡിൽ അപ്ലൈ ചെയ്താൽ മതി. അവരുടെ സ്ഥാപനമാണ്, പ്രോഫിറ്റ് അവർക്കാണ്, അവരുടെ ബാങ്ക് അക്കൗണ്ടാണ്, എല്ലാം അവർക്ക്. നമ്മളെ പോർട്ടൽ മാത്രം യൂസ് ചെയ്യുന്നു. 100 പരം ആൾക്കാർ നമ്മളെ സ്ഥാപനം ഇന്ന് യൂസ് ചെയ്യുന്നുണ്ട്. അത് അടിപൊളിയായിട്ട് ഇന്ന് പോകും. പിന്നെ എനിക്ക് ബഹ്റൈനിൽ ഒരു ക്ലീനിങ് കമ്പനി ഉണ്ട്. അതിൽ 50% ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അത് അറബ്സിന്റെ വീടുകൾക്ക് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഞാനും ഒരു അറബിയും കൂടിയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് കമ്പനിയാണ്. പുള്ളിയാണ് അത് മാനേജ് ചെയ്യുന്നത്, ഞാൻ അതിൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. പിന്നെ എൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് ഞാൻ വിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു A3 ബിൽഡേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറൊരു കമ്പനി ആയിരുന്നു. അതിൽ ഞാൻ എന്ത് ചെയ്താണ്, 50% സ്റ്റേക്ക് എടുത്തതാണ്. അത് നാട്ടിലാണ്, കോട്ടയമാണ് അതിന്റെ ഓഫീസ് വരുന്നത്. എന്താണ് കോൺസെപ്റ്റ്? അതെന്ന് പറയുന്നത് വീടുകൾ വെച്ച് കൊടുക്കുക, 50% പേയ്മെന്റ് അവർ വീടിന്റെ പ്രോഗ്രസിനനുസരിച്ച് തരികയും ബാലൻസ് 50% വിത്തൗട്ട് ഇൻട്രസ്റ്റിൽ, 0% ഇൻട്രസ്റ്റിൽ 72 മാസം ഗഡുക്കളായിട്ട് അവർക്ക് കൊടുത്താൽ മതി. പക്ഷെ എൻ്റെ ഓഡിയൻസ് വരുന്നത്, അതാണ് അതിന്റെ ഹൈലൈറ്റ്, GCC-ലുള്ള ആൾക്കാരാണ്. നമ്മൾ അവിടെയാണ് അതിന്റെ സെയിൽസ് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ഒരാളുടെ ഡ്രീമാണ് ഒരു വീട് വെക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വീട് വെക്കണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു പൈസ അവരുടെ സാലറിയിൽ നിന്ന് പ്രോഗ്രസിനനുസരിച്ച് വീട് വെക്കുകയും ചെയ്യാം. ബാലൻസ് 50% ദിവസക്കൂലിയായിട്ട് കൊടുക്കുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു കഫ്റ്റേരിയ, ഒരു കോൾഡ് സ്റ്റോർ ഒക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ദിവസം ചെറിയ പൈസ വരുള്ളൂ, അവർക്ക് അടവടക്കാം. അത് വീട് പണി കംപ്ലീറ്റ് ചെയ്ത് താക്കോല് കൊടുത്ത് പിറ്റേ മാസം മുതലാണ് EMI സ്റ്റാർട്ട് ആവുന്നത്. ആ ഒരു പ്രോജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ അതിന് ക്രെഡിറ്റ് റേറ്റിംഗ് നോക്കണം, സിബിൽ വേണ്ട, ഒന്നും വേണ്ട, സിബിൽ സ്കോർ വേണ്ട, അവരുടെ ആധാരം നമ്മളെ പേര് രജിസ്റ്റർ ചെയ്യേണ്ട, നമുക്ക് അതിന്റെ ഡോക്യുമെന്റ് കോപ്പീസ് മാത്രം മതി. അത് നമ്മുടെ നാട്ടിലും അവർ ചെയ്യുന്നു. നാട്ടിലാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്, നാട്ടിലുള്ള പ്രേക്ഷകർക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ പിന്നെ നാട്ടിലുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളിപ്പോൾ 100ഓളം സൈറ്റ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു പ്രോജക്റ്റ് ആയിട്ട്, അത് മജു മാത്യു എന്ന് പറയും. അദ്ദേഹത്തിന്റെ ഡ്രീം പ്രോഡക്റ്റ് ആണത്. അദ്ദേഹമാണ് ഇതിന്റെ ചെയർമാൻ. ഞാൻ അതിൽ എന്ത് ചെയ്താണ്, ഇൻവെസ്റ്റർ ചെയ്താണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രോത്ത് എൻ്റെ സ്കോപ്പും
എക്സിസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ സ്കോപ്പുമായിട്ട് ഞങ്ങൾ പെർഫെക്റ്റ് ഒരു പ്ലാനുണ്ട്, നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഒരു പ്രോജക്റ്റ് പ്ലാനുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സംരംഭമാണ്. നല്ല അതോടൊപ്പം വേറെ എന്തെങ്കിലും മേഖല പിന്നെ നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളെ പൈപ്പ് ലൈനിൽ ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മളൊരു വലിയൊരു ഡ്രീം പ്രോജക്റ്റ് ഇപ്പോൾ എറണാകുളത്ത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എല്ലാ GCC രാജ്യങ്ങളുടെയും മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഓവർ ഹെഡാണ്. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും എക്സ്പെൻസ് കുറക്കുക എന്നുള്ളതാണ് അവരുടെ അൾട്ടിമേറ്റ് ചിന്ത. എങ്ങനെ എനിക്ക് എക്സ്പെൻസ് കുറക്കാൻ പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എറണാകുളത്ത് നമ്മുടെ പൈപ്പ് ലൈൻ പ്രോജക്റ്റിലുള്ളതാണ്. അത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അവരുടെ എല്ലാവരുടെയും ബാക്ക് എൻഡ് ഓഫീസ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സാധാരണക്കാരൻ ഒരു ബിസിനസ്സുകാരൻ, ദുബായിൽ ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തിക്ക് ഒരു ബാക്ക് എൻഡ് ഇവിടെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അയാൾ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് എംപ്ലോയീസുകൾ, ഇവിടെ ആര് മാനേജ് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ റെൻറ്റ്, പിന്നെ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു ക്യാമ്പിൽ അവരിയ്ക്കുന്ന അതേ ലാഘവത്തോടെ തന്നെ ഇവിടെ എംപ്ലോയീസിനായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ലൈക്ക് വീഡിയോ സ്ക്രീനിൽ മൈക്ക്, അവർക്ക് എൻ്റെ ഇമെയിലൊന്ന് അയച്ചു കിട്ടോ എന്ന് പറയുന്ന അത്രമാത്രം ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു വലിയ പ്രോജക്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മൾ 2030 ഗ്യാപ്പിൽ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പൈപ്പ് ലൈൻ പ്രോജക്റ്റാണ്. അതാണ് ഭാവി പരിപാടി. അതാണ് ഇപ്പോൾ ഇനി വരാൻ പോകുന്ന വലിയൊരു പ്രോജക്റ്റ്. അൻവർ, താങ്കളുടെ കുടുംബജീവിതം ഒരു സിംഗിൾ പാരൻ്റായി മകന് വേണ്ടി ജീവിച്ച ഒരാളാണ്. പക്ഷേ ഇനിയും എനിക്ക് ഇപ്പം ഞാൻ വിവാഹം കഴിച്ചു. എനിക്ക് ഇപ്പോൾ 3 മക്കളുണ്ട്. ഓക്കെ, എൻ്റെ വിവാഹം കഴിച്ചതിൽ 2 മക്കളും കൂടി ഉണ്ട്. അപ്പോൾ അതും എൻ്റെ മക്കൾ തന്നെയാണ്. 2 പെൺമക്കുട്ടികളാണ്. അവർ മുഴുവൻ ഞാൻ എന്ത് ചെയ്തു, ടേക്ക് ഓവർ ഞാൻ ചെയ്തു. എനിക്ക് ഇപ്പോൾ 3 മക്കളുണ്ട്. എൻ്റെ ഫാമിലി അടിപൊളിയാണ്, മാഷാ അല്ലാ. എൻ്റെ വൈഫ് സെഹല എന്നാണ് പേര്. പിന്നെ എനിക്ക് 3 മക്കളാണ്. അടിപൊളിയായിട്ട് ഇപ്പോൾ എൻ്റെ കുടുംബജീവിതം നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും ബഹ്റൈനിൽ സെറ്റിൽഡാണ്. വളരെ സന്തോഷം. ബഹ്റൈനിലൊക്കെ നമ്മൾ പഠിച്ചവൻ ഓരോന്ന് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന പോലെയാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷപരമായിട്ട് ഇപ്പം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബിസിനസ്സുകളാവട്ടെ ഫാമിലി ലൈഫുകളാവട്ടെ. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വാക്ക് അന്ന് ഉണ്ടായാൽ മതിയായിരുന്നു. അതെ, പക്ഷെ അതൊക്കെ ഇതിനു വേണ്ടി ഒരു നിമിത്തങ്ങളായിരിക്കും. എക്സാക്ട്ലി. ഇന്നിപ്പോൾ അവർ കാണുന്നുണ്ടാവുമായിരിക്കും, ഇന്നിപ്പോൾ അവർ മകനെ കണ്ടിട്ടുണ്ടാവില്ല, അവർ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവർക്കൊക്കെ ചിലപ്പോൾ മകനെയും മറ്റുള്ളവർക്കൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ ആ ഒരു വാക്ക് അന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു കൂട്ട് പിന്നെ നമുക്കുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ അന്ന്. പക്ഷേ ഇപ്പം ഞാൻ ഹാപ്പിയാണ്. എൻ്റെ ലൈഫ് പരമായിട്ടായാലും ബിസിനസ് പരമായിട്ടായാലും വളരെ സന്തോഷപരമാണ്. 54 പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഒരു 55 കോടിയുടെ ടേൺ ഓവർ നമുക്ക് കമ്പനിക്ക് ഉണ്ട്. ഓക്കെ, 55 കോടി ഇന്ത്യൻ മണി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 2,35,000 ദിനാറിൻ്റെ ടേൺ ഓവർ ആണ്. വളരെ ഉയരങ്ങളിലേക്ക് പറക്കുകയാണ്. ഇനി വലിയ സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങൾ. അൾട്ടിമേറ്റ് ആണ്, ഇൻഫിനിറ്റിയാണ്. സ്വപ്നങ്ങൾ നമ്മൾ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ 2030 കമ്പനി എവിടെ എത്തിക്കണം എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനും വലിയൊരു നെറ്റ്വർക്കും നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ പിന്നെ ഫ്രാഞ്ചൈസി ഖത്തറിൽ എടുത്തിട്ടുള്ള അഡ്രസ് ഗേറ്റ് വേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ്. അദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനാണ്, ഷംസീർ ഹംസ എന്ന് പറയും. അദ്ദേഹം ഞാനും കൂടി കൊലാബറേറ്റ് ചെയ്തിട്ട് ഒരു വലിയൊരു ബിസിനസ് കമ്മ്യൂണിറ്റി രൂപീകരിക്കാനുള്ളൊരു പ്ലാനുണ്ട്. അതൊരു 1000 പീപ്പിളിനെ പെർ ഇയറിൽ നമ്മൾ ബിസിനസ്സിന് ഗവൺമെൻറ്റിനെ കൊലാബറേറ്റ് ചെയ്തിട്ട്, അവിടുത്തെ ബഹ്റൈൻ ഗവൺമെൻറ്റും ഖത്തർ ഗവൺമെൻറ്റും കൊലാബറേറ്റ് ചെയ്തിട്ട് നമ്മളൊരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വലിയ വലിയ പ്രോജക്റ്റുകൾ നമ്മളെ മനസ്സിലുണ്ട്. അതൊക്കെ പൈപ്പ് ലൈനിലുള്ളതാണ്. അൻവറിൻ്റെ വാക്കുകൾ ഇന്ന് സ്പഷ്ടമാണ്. കാരണം താങ്കൾ വളരെ പോസിറ്റീവായ ഒരാളാണ്. ഇതിനെ നേരിടാനുള്ള ചങ്കൂറ്റം താങ്കളുടെ ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസ് നേടിയ ഒരാളാണ്. അപ്പം ഇനി ഉയരങ്ങളിലെത്തുന്ന എനിക്ക് 101% ഉറപ്പാണ്. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ കേട്ടു അൻവർ എന്ന ഈ യുവ സംരംഭകൻ്റെ ത്രസിപ്പിക്കുന്ന കഥ. അദ്ദേഹം ആടുജീവിതം സിനിമ പോലെയായി എന്ന് പറയുന്ന പോലെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അദ്ദേഹത്തിന് ബാക്കപ്പ് ചെയ്യാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല, ഒറ്റയ്ക്കായിരുന്നു. എല്ലാ അനുഭവങ്ങളും അത് കഴിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ വിജയം തുടങ്ങുന്നത്. വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ഈ നിലയിലേക്ക് എത്തിയത്. പക്ഷേ അദ്ദേഹത്തിന് പിടിച്ചു നിർത്തിയ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പോസിറ്റീവ് എനർജിയും വലിയ സ്വപ്നങ്ങളും, അതോടൊപ്പം അധ്വാനിക്കാനുള്ള മനസ്സും. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ സ്പഷ്ടമാണ്. നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, പലപ്പോഴും സ്ത്രീകൾ ഒറ്റപ്പെട്ടു പോകും, പുരുഷന്മാർ ഒറ്റപ്പെട്ടു പോയാലോ. എങ്കിൽ പൊരുതാൻ തയ്യാറായാൽ, അദ്ദേഹം ഒരു സിംഗിൾ പാരൻ്റ് ആയിരുന്നു, പക്ഷേ ഇന്ന് ഹാപ്പിലി മാരീഡ്. അദ്ദേഹത്തിന് 3 മക്കളായി. അദ്ദേഹത്തിൻ്റെ ഫാമിലി ലൈഫും സെറ്റിൽഡായി, ബിസിനസ്സും. 54 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പ്രവാസി സംരംഭകനുമായി. ഇത്തരം സംരംഭകരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ. അടിപതറാതെ നെഞ്ചുയർത്തി നിന്ന് ആ പ്രശ്നങ്ങളെ നേരിട്ട് വിജയം നേടുന്ന ഒരു കാലം ഉണ്ടാവണം നമുക്കൊക്കെ. അൻവർ, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറി. ഒരു പ്രവാസികൾക്ക്
ഒരു അഭിമാനം തന്നെയാണ്. ഇവിടുന്ന് പോയി താങ്കളൊരു വലിയ സാമ്രാജ്യം തന്നെ ബഹ്റൈനിൽ ഉണ്ടാക്കിയെടുത്തു എന്ന് മാത്രമല്ല വലിയ ആശയങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. താങ്ക് യു വെരി മച്ച്. എല്ലാ ആശയങ്ങളും താങ്കൾക്ക് സ്പഷ്ടമാണ്, താങ്കളുടെ വാക്കിൽ എവിടെ എത്തും എന്നുള്ളത്. പലപ്പോഴും സംരംഭകരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അത് തന്നെയാണ്. നമ്മുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ, നമ്മളെ തിരിച്ചറിയാനുണ്ടെങ്കിൽ നമുക്ക് തോന്നിപ്പോവും. പക്ഷെ അങ്ങനെ ഒരാൾ വന്നു താങ്കളുടെ ജീവിതത്തിലും. അതുകൊണ്ട് തന്നെ താങ്കളുടെ സ്ഥാപനത്തിനും താങ്കളുടെ കുടുംബത്തിനും ഉയർച്ച ഉണ്ടാവട്ടെ. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു വെരി മച്ച്.